ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു Ashbicreations. ഇന്ന് നമ്മളൊരു സാരി ഡിസൈൻ ആട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പാറ്റേൺ വന്നിട്ട്. നമ്മൾ ആ ചെസ്റ്റിൻ്റെ പോർഷനിൽ മാത്രമേ നമുക്ക് ഈ ഒരു വർക്ക് വന്നിട്ടുള്ളൂ. കുറച്ച് ഫ്ലവേഴ്സും കുറച്ച് ലീഫിൻ്റെ പോലത്തെ മോഡലിലുള്ള ഒരു ഡിസൈനുമാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ആ ഒരു ഭാഗത്തായിട്ട്, ആ ചെസ്റ്റിൻ്റെ അത്രയും ഭാഗത്തായിട്ടാണ് വന്നിട്ടുള്ളത്. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ. പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു ഡിസൈൻ ആട്ടോ ഇത്. അപ്പോൾ ഇത് ചെയ്യണത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ആദ്യം ചെസ്റ്റിൻ്റെ ഭാഗം അണ്ടർലൈനൊക്കെ ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് വരച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു പാറ്റേൺ വരച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പാറ്റേൺ എന്തായാലും മെറ്റീരിയലിലേക്ക് വരയ്ക്കുന്നുണ്ട്. അപ്പം നമുക്ക് വേണ്ടത് ഈ ഒരു കട്ട് ബീഡ്സാണ് കേട്ടോ വേണ്ടത്. പിന്നെ അതേപോലെ ഒരു യെല്ലോ കളറിലെ സിൽക്ക് ത്രെഡും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഐറ്റംസ് മാത്രം മതി നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ. ഇനിയിപ്പം ഈ ഒരു കട്ട് ബീഡ്സ് തന്നെ വേണമെന്നൊന്നുമില്ല, ഗോൾഡൻ കളർ ആയാലും മതി. പിന്നെ കയ്യിലുള്ള ഏത് കളർ ബീഡ്സുകൾ യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഇതാണ് നമ്മുടെ സാരിയുടെ ഒരു ബോർഡർ ഭാഗം, നമ്മുടെ ചെസ്റ്റിൻ്റെ പോർഷനിലേക്ക് നമ്മൾ ഇടുന്ന ഒരു ഭാഗം. അപ്പോൾ അത് നല്ല വശം ആണിപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യണം, പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ട്, പൈപ്പിംഗ് ഒക്കെ വേണ്ടവർക്ക് അത് വെച്ചിട്ട് മടക്കി അടിച്ച് കൊടുക്കാം. മനസ്സിലായോ? ആ ഒരു ബോർഡർ ഭാഗത്ത് പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ട് നമുക്ക് മടക്കി അടിച്ചു കൊടുക്കാം. അതിനുശേഷം താഴെ ഇതേപോലത്തെ ഒരു ഫ്ലവറാട്ടോ നമ്മൾ വരച്ച് കൊടുക്കുന്നത്. ഇതേപോലെ ഒരു ചെറിയൊരു ഫ്ലവർ, ചെറുതല്ല, കുറച്ച് അത്യാവശ്യം കുറച്ചൊരു വലുപ്പത്തിലുള്ളൊരു ഫ്ലവർ വേണം വരച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലത്തെ ഒരു 4-5 ഫ്ലവേഴ്സോളം നമ്മളുടെ ചെസ്റ്റിൻ്റെ പോർഷനിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് മറ്റേ നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഒരു ലീഫ് പോലത്തെ ഒരു ഷേപ്പ്, ലീഫല്ല, അത് ലീഫ് മോഡലിലാണ് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഫ്ലവറാണ് കേട്ടോ നമ്മൾ വരച്ച് കൊടുത്തിരിക്കുന്നത്. സെൻറ്ററിൽ ഒരു കുഞ്ഞു ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കർവ് ഷേപ്പിൽ ഇങ്ങനെ വരച്ച് ആ ഫ്ലവേഴ്സിൻ്റെ ഒരു മോഡലിൽ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ നമ്മളൊരു ഗോൾഡൻ ബീഡ്സോ അല്ലെങ്കിൽ കയ്യിലുള്ള ഏത് റൗണ്ട് ബീഡ്സ് ആയാലും മതി, നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മെറ്റീരിയലിനനുസരിച്ചിട്ട് വേണം കേട്ടോ കളർ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാ കളേഴ്സും ചിലപ്പോൾ മെറ്റീരിയലിന് മാച്ചിങ് ആവണമെന്നില്ല. അപ്പം നമ്മുടെ മെറ്റീരിയലിന് മാച്ചിങ് ആയിട്ടുള്ള ത്രെഡ്സും അതേപോലെ തന്നെ കളേഴ്സും തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഈ ഒരു കട്ട് ബീഡ്സ് ഇല്ലേ, അതൊരു 3 to 4 അല്ലെങ്കിൽ 4 to 5 ബീഡ്സോളം നമ്മൾ എടുത്തിട്ട് അതിനെ ഒരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് അതിനെ ഒന്ന് റൗണ്ടിലാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ അതിനെ ലോക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഭയങ്കര സിമ്പിളായിട്ടോ ഈ ഒരു സാരി കേട്ടോ. എല്ലാവർക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു സാരി ആയിട്ടോ ഇത്. ഹെവി ഒന്നും അല്ല, കാരണം ഇതിനകത്ത് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു ബീഡ്സും ഈ ഒരു സിൽക്ക് ത്രെഡും മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ ഇനി കളേഴ്സൊക്കെ ഒത്തിരി ചേഞ്ച് ചെയ്ത് മാറ്റി മാറ്റി കൊടുക്കേണ്ടവർക്ക് കളേഴ്സ് കൂടുതൽ ആഡ് ചെയ്യുക കേട്ടോ, സിൽക്ക് ത്രെഡിൻ്റെ കളേഴ്സ്. ഇനിയിപ്പം ഞാൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ബോർഡർ ഭാഗം, ഈ ഒരു ഫ്ലവറിൻ്റെ ബോർഡർ ഭാഗം ആ സെയിം ബീഡ്സ് തന്നെ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഒരു ബോർഡർ ആക്കി അങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലവർ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ബോർഡർ ലൈൻ കംപ്ലീറ്റ് ബീഡ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ സിൽക്ക് ത്രെഡൊക്കെ യൂസ് ചെയ്തിട്ട് ഫ്ലവറിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട്. മനസ്സിലായോ? അപ്പോൾ ഇതേപോലെ നമ്മൾ ആ ഒരു ബോർഡർ ലൈൻ കംപ്ലീറ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഭയങ്കര ഈസി ആയിട്ടോ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം നമ്മൾ നോർമൽ നീഡിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അര നീഡിൽ യൂസ് ചെയ്യാൻ അറിയാവുന്നവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നോർമൽ നീഡിലിൻ്റെ സൈസ് എന്ന് പറയുന്നത് നീഡിൽ നമ്പർ 12 ആണ് കേട്ടോ. നീഡിൽ നമ്പർ 12 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ ബീഡ്സുകളും നമുക്ക് ഈ ഒരു നീഡിൽ കൂടി കടത്തിവിടാൻ പറ്റും. ഒരുവിധം അല്ല, എല്ലാ ബീഡ്സുകളും ഈ ഒരു നീഡിൽ കൂടി കടത്തിവിടാൻ പറ്റും. അപ്പോൾ അതിൻ്റെ എന്ന് പറയുന്ന ഇല്ലേ, ആ ഒരു ഭാഗം, സൂചിയുടെ ഒരു ഹോളുള്ള ഭാഗം, ആ ഒരു ഭാഗത്ത് നല്ല തിന്നായിട്ടുള്ള ആയിരിക്കും. അപ്പം നമുക്ക് പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് നീഡിൽ ബീഡ്സുകൾ കയറിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു നീഡിൽ തന്നെ ചൂസ് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആക്കി ഇപ്പം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട്. ഒരു 2 സിൽക്ക് ത്രെഡ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ നമ്മുടെ മെഷീൻ ത്രെഡൊക്കെ യൂസ് ചെയ്യണ പോലെ തന്നെ 2 ത്രെഡ് എടുത്തിട്ടുണ്ട്. അതിനെ ഇതേപോലെ ഞാൻ നിങ്ങൾക്കൊരു എളുപ്പ വഴിയാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇതിപ്പോൾ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ത്രെഡ് നമ്മൾ ഇതിൻ്റെ ഒരു പകുതി ഭാഗത്ത് ഇത് 2-3 സ്റ്റിച്ചസ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആദ്യമേ അങ്ങനെ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ വീണ്ടും നമ്മൾ കുറച്ചുകൂടെ മുകളിൽ നിന്ന് എടുക്കുക, കുറച്ചുകൂടെ താഴേക്ക് നീക്കിയിട്ട് വീണ്ടും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. വീണ്ടും എടുക്കുക,
പിന്നെ നമ്മൾ അതിൻ്റെ അറ്റത്തായിട്ട് വീണ്ടും നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചിൻ്റെ ആ ഫുള്ള് എന്താ പറയുക നല്ലതായിട്ട് ഫില്ല് ചെയ്ത് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ടെക്നിക്കിൽ നിങ്ങൾ പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചൊക്കെ പെട്ടെന്ന് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. പ്രത്യേകിച്ച് സിൽക്ക് ത്രെഡിലൊക്കെ ആവുമ്പോൾ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ലോങ് ആൻഡ് ഷോർട്ട് പഠിച്ച ഒരു ടെക്നിക്ക് ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ ചെയ്താലും മതി. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഇതേപോലെ നമ്മൾ അങ്ങ് ഫില്ല് ചെയ്ത് ആ ഒരു ഗ്യാപ്പുള്ള ഭാഗമൊക്കെ അങ്ങോട്ട് ഫില്ല് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇനിയിപ്പം അടുത്തത് ചെയ്യുമ്പോഴും ഇതേപോലെ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാവും എന്തായാലും ചെയ്ത് വരുമ്പോൾ. അപ്പോൾ ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്ത് നമുക്ക് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതേപോലെ കുറച്ച് ത്രെഡ് എടുത്തിട്ട് ഇതേപോലെ കുറച്ച് അകലത്തിൽ ഇതേപോലെ എത്രയും അകലത്തിൽ നമ്മളങ്ങ് ചെയ്ത് ഫില്ല് ചെയ്ത് എടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ഓരോന്നിൻ്റെ ഇടയിൽ കൂടി വീണ്ടും ത്രെഡ്സ് കടത്തിയെടുക്കുക. അങ്ങനെ നമ്മൾ അതിനെ അങ്ങ് ഫില്ല് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു സാരിക്ക് ഏത് കളറിൽ ത്രെഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ യെല്ലോ കളറാണ് കാണിച്ചിരിക്കുന്നത്. യെല്ലോയ്ക്ക് പകരം നിങ്ങൾക്ക് പിങ്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതേപോലെ എന്താ പറയുക ലൈറ്റ് ബ്ലൂ ഷെയ്ഡ്, അതായത് സ്കൈ ബ്ലൂ ഷെയ്ഡ്, അങ്ങനെ ഇതിന് മാച്ചിങ് ആവുന്ന ഏത് കളേഴ്സ് ത്രെഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഈ യെല്ലോ കളറിലെ ത്രെഡ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സ് അല്ല, പല തരത്തിലുള്ള ഫ്ലവേഴ്സ് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. കളറ് മാറ്റി കൊടുത്ത് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് നമുക്ക് സ്വന്തമായിട്ടും ഒരു ഡിസൈനർ സാരിയൊക്കെ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. ഇത് എളുപ്പമല്ലേ ഈ ഒരു ഡിസൈന്? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സാരിയുടെ ലെങ്ത് അനുസരിച്ച് നിങ്ങൾക്ക് എത്ര ലെങ്ത് ആണോ വേണ്ടത് അതിനനുസരിച്ച് മുറിച്ച് വാങ്ങിച്ചിട്ട് പിന്നെ ഇപ്പോൾ കാണിച്ചു തന്ന പോലെ ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ എന്താ നമ്മൾ ആ ലീഫിൻ്റെ ഷേപ്പാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്താ ആദ്യം ചെയ്യേണ്ടതെന്ന് അറിയാമോ? ആദ്യം നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ സെൻറ്ററിൽ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡിലേക്കും ചരിച്ചിട്ടൊരു വി ഷേപ്പിൽ വരച്ചു കൊടുക്കുക. പിന്നെ മുകളിൽ നമ്മളങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ അങ്ങനെ അധികം ഡാർക്കാക്കി അങ്ങനെ മെറ്റീരിയലിലേക്ക് വരയ്ക്കാറില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഡാർക്കാക്കി വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തുടച്ച് കളയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വരയ്ക്കുന്ന അപ്പം തന്നെ ഉണ്ടല്ലോ, നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മെറ്റീരിയലിൻ്റെ കുറച്ച് ഭാഗം വെച്ചിട്ടൊന്ന് ജസ്റ്റ് തുടച്ച് കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ മങ്ങി വരും കേട്ടോ. പിന്നെ എന്നിട്ട് വേണം നമുക്ക് ഈ ഒരു അകത്ത് ആ ലീഫിൻ്റെ ആ ഒരു ഭാഗമൊക്കെ നമുക്ക് രണ്ട് സൈഡിലേക്കും ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പം ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ആ സ്ട്രെയിറ്റ് ലൈൻ ഇതേപോലെ അങ്ങ് കംപ്ലീറ്റ് ചെയ്തങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഓരോ ബീഡ്സായിട്ടും ബാക്ക് സ്റ്റിച്ച് രീതിയിൽ നമ്മൾ ലോക്കിട്ട് ചെയ്തിങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റിയതാണ് ഈ ലീഫും അതേപോലെ ഫ്ലവേഴ്സും. ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സ്റ്റിച്ചുകളാണ്, ബേസിക്കായിട്ടുള്ള സ്റ്റിച്ചുകളാണതെല്ലാം. അപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാനും പറ്റും അത്. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇതേപോലെ മൊത്തത്തിൽ ഞാൻ അതിനെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സെൻറ്ററിൽ കണ്ടോ നമ്മൾ കുറച്ച് ലൈൻസ് രണ്ട് സൈഡിലും വരച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ലൈൻസ് അങ്ങ് കംപ്ലീറ്റ് ആക്കി എടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഓരോരോ ഭാഗമായിട്ട് നമ്മളങ്ങ് ചെയ്തിങ്ങെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈസി അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊക്കെ ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരാം കേട്ടോ. ഇൻസ്റ്റാഗ്രാം ID അച്ചൂസ് ഡിസൈൻ എന്നാണ്. അപ്പോൾ ആ ഒരു ഐഡിയിലേക്ക് നിങ്ങൾക്ക് അയച്ചു തരാം. നമ്മുടെ ചാനലിൽ ഇടാം കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന വർക്കുകളൊക്കെ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇതേപോലെ നമ്മൾ ബാക്കിയുള്ള ഭാഗം എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുക. ഈ ഫ്ലവറും അതേപോലെ ലീഫിൻ്റെ ഷേപ്പിലുള്ള ഭാഗവും ഒക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വർക്ക് ഫിനിഷായി കിട്ടും. ഇനി വേറെ പ്രത്യേകിച്ച് വർക്കുകളൊന്നുമില്ല. പിന്നെ ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് റൗണ്ട് ബീഡ്സ് ഉണ്ടല്ലോ നമ്മൾ സെൻറ്ററിൽ ഫിക്സ് ചെയ്ത ബീഡ്, അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല. അത് നമ്മളുടെ ഐഡിയ അനുസരിച്ചിട്ട് അങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഈ ഒരു പിക്കിനകത്ത് അങ്ങനെ ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും യൂസ്ഫുൾ ആയെന്നും ഞാൻ കരുതുന്നുണ്ട്. അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്